ഇന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുത്തതാണ്. അപ്പോൾ ഒരുപാട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇത്ര വലുപ്പം മതി. അപ്പോഴേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ആദ്യം നമുക്കൊന്ന് തൈരിലിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തൈരിലിട്ട് വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ചിക്കൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും തൈരിലിട്ട് വെക്കണം. എന്നാൽ ആ ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിത് ഒന്ന് ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി ഞാനത് ഇന്ന് പൊരിക്കുന്നില്ല, നാളെ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇതിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ. തലേദിവസം ചെയ്ത് വെക്കാം തൈരൊക്കെ തേച്ചിട്ട്, എന്നിട്ട് ഒരു തവണ അങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വ്യത്യാസം മനസ്സിലാവും. ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തതാണ്. ഇപ്പം ഇന്നലെ രാത്രി എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കൻ ഇതിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല, ആ തൈര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയതും, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഒരു മുട്ടയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർക്കേണ്ടതില്ല, വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പൊരിച്ചതിന് നല്ലൊരു കളറ് കിട്ടും. അപ്പം കുരുമുളക് പൊടിയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഈ എരിവും മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതോടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിത് പൊരിക്കാനായിട്ടില്ല. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, അരിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 3-3.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ചിക്കനിൽ വെള്ളം കാണുന്നുണ്ടെങ്കിൽ മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുഴച്ചെടുത്ത ശേഷം 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് നമ്മുടെ അരിപ്പൊടി ഇതെല്ലാം പിടിക്കണം. ആ ഒരു വിധത്തിൽ വേണം കേട്ടോ നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിക്കരുത് കേട്ടോ. കുറച്ച് കുറച്ചായിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി, നിങ്ങളുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. ഞാനിവിടെ 2 തവണയായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ വേവാനായിട്ട് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 മുതൽ 12 മിനിറ്റ് വരെയൊക്കെ സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞ ശേഷം 1.5-2 മിനിറ്റിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇട്ട ഉടനെ മറിച്ചിട്ട് കൊടുക്കേണ്ട. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കോരിയെടുക്കാം. നല്ല ഗോൾഡൻ കളറിൽ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു 12 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഒരു നമ്മുടെ പപ്പടക്കുള്ളിയൊക്കെ ഇല്ലേ അത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചിക്കൻ വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാനിതിവിടെ കോരിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കനെല്ലാം പൊരിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഒന്ന് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ പച്ചമുളകൊക്കെ കാണുമ്പോൾ കഴിക്കാനും ഇഷ്ടമാണ്, കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് പൊരിച്ചെടുത്ത മുളകെല്ലാം ഞാൻ ചിക്കൻ്റെ മേലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.